ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ക്രിഷ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു യാത്ര ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അല്ല, വീട്ടിലല്ല, ഫ്ലാറ്റിൽ നിൽക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ നിൽക്കാനാണ് പ്ലാൻ. എത്ര ദിവസം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു 12-ാം തീയതി വരെ ഉണ്ടാവുമായിരിക്കും. ഏപ്രിൽ 12-ാം തീയതി വരെ വെക്കേഷനായിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബാംഗ്ലൂർ പോകുന്നത് എന്നുള്ളൊരു വാർത്ത വന്നത്. അല്ല, ഇത് കിട്ടിയത്. അപ്പോൾ കേസ് എന്തായാലും സെറ്റാക്കണം. ഒരു ബാംഗ്ലൂർ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇന്ന് ഇപ്പം എത്ര മണിയെന്ന് അറിയോ? കാണണ്ടോ? 9:49. ഇനി എപ്പോൾ ഇറങ്ങാനാണെന്നൊന്നും അറിഞ്ഞൂടാ. നാളെ നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ബാംഗ്ലൂർ അങ്ങനെ കണ്ടിട്ടില്ല. കർണാടകയിൽ പോയിട്ടുണ്ട്. മറ്റേ മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുതാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ പോയിട്ടില്ല. കേരളം വിട്ടാൽ ഇങ്ങനെ പോകാറില്ല. കന്യാകുമാരി അങ്ങനെയൊക്കെ പോയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയായാലും നല്ലൊരു യാത്രയാവട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ കേസ് എന്തായാലും നാളെ രാവിലെ കാണാം. എത്ര മണിക്കൂർ ട്രാവൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. ഫോണിൽ ചാർജില്ല, ടാബിലും ചാർജില്ല. ഫോൺ അമ്മൂമ്മ തന്നെയാണ്. അപ്പോൾ അതിലാണ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എന്തൊക്കെയായാലും നീ നോക്കാം നമുക്ക്. ഓക്കെ. നാളെ പുലർച്ചെ 2 മണിക്കൊക്കെ എണിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ? സെറ്റായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പറ്റട്ടെ. ഞാൻ ഈ ഫുള്ള് നേരം ഇങ്ങനെ ഇന്ന് പോകുന്നു ഞാൻ വിചാരിച്ചേ. അല്ല, അത് പോട്ടെ, ഞാൻ പറയാം കേട്ടോ. കേസൊക്കെ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് 6:18. ഇപ്പോൾ ഈ കാറിലാണ് പോകുന്നത്. രാവിലെ 6:18. അപ്പോൾ ഒരു മിനിറ്റ്. ഗൈസ് കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്നിട്ട് ഇവരെനിക്കാണെന്ന് വൈകി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര നേരത്തെ എണിച്ചതെന്ന് പറഞ്ഞു. 2 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് 3:15 എണിച്ചു. എന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ എണിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നിട്ട് ഉറങ്ങാണ്ട് ഞാനിപ്പോൾ 6:18. ഇപ്പം ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി പൊളിക്കാം. ഞാൻ ടാബിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ശരി. ബാംഗ്ലൂർ എത്തിയിട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്.
കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ വാവ. വാ വിളിക്കുമ്പോൾ ഇതാണ് ചെരുപ്പ് വയ്ക്കുക. ഒരു മിനിറ്റ്. ഇത് ടി വി ടി വിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഇന്ന് വരും കേട്ടോ. ഇന്ന് കളി ഉണ്ടല്ലോ IPL. ഇന്ന് ഏതാണോ കളി? ഇന്നലെ നമ്മുടെ KKR-ഉം പഞ്ചാബും ഉണ്ടായിരുന്നു. അത് അടിപൊളി കളിയായിരുന്നു കേട്ടോ ഇന്നലത്തെ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നിൽക്കണ മറ്റേ റൂം. ഇത് കൊള്ളാം. ചെറുതായിട്ടൊരു ഇരുട്ട് പിടിച്ച റൂം പോലെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് ബാത്റൂമാണ്. ഇത് കിച്ചൺ. അപ്പം ഇങ്ങനെ ഹായ്, ഇതാണ് ബാൽക്കണി. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ബാംഗ്ലൂർ സിറ്റി അല്ല, ഇത് സർജാപൂറാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇന്നലത്തെ ചെന്നൈ റോഡും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത്തിരി പണിയായിരുന്നു. കുറേ നേരം ട്രാവൽ ചെയ്തിട്ടേ എന്താ പറയുക. ഇന്നലെ ആ തമിഴ്നാട്ടിൽ കടന്നിട്ട് ഒരു ആക്ഷൻ ഉണ്ടായിരുന്നില്ല തന്നെ പറയാം. എന്താ പറയുക, തമിഴ്നാട്ടിൽ ഇങ്ങനെ എന്തൊരു വലിയ സ്ഥലമാണെന്നറിയോ തമിഴ്നാട്. ഭയങ്കര യാത്ര ഉണ്ടായിരുന്നു, പക്ഷെ നല്ല റോഡായിരുന്നുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. അത് നമ്മൾ ഹൈവേ കൂടെ പോയ കാരണം, നമ്മളിങ്ങനെ അർബൻ ഏരിയാസിലൊന്നും പോവാത്ത കാരണം പ്രശ്നം ഉണ്ടായില്ല. തിരക്ക് വളരെയധികം കുറവായിരുന്നു. നല്ല ഇരുണ്ട മങ്ങിയ സ്ഥലങ്ങളായിരുന്നു. ബിൽഡിങ് ആ പാലക്കാട് തൊട്ടിട്ട് തന്നെ അങ്ങനെയായിരുന്നു. പാലക്കാട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എന്താ പറയുക ബാംഗ്ലൂർക്കുള്ള യാത്ര ഗജഗംഭീരം. നമ്മളെത്ര മണിക്ക് പുറപ്പെട്ടതെന്നറിയോ? 7 മണിക്ക് അങ്ങോട്ട് പുറപ്പെട്ടത്. ഇന്നലെ 2 മണിക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് മാമന് ചെറിയൊരു തലകറക്കം, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ 7 മണിയായി. അപ്പം ഇങ്ങനെ ഇവിടെ എന്തൊക്കെയാ പണി നടക്കണോ? ഇത് വെള്ളം പോണേ. ഇവിടുത്തെ വെള്ളം തല കുളിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ക്ലോറിൻ വെള്ളം എന്നുണ്ട്. ഭയങ്കര, ഞാൻ തല കുളിച്ചില്ല ഇതിന്. അപ്പം തല കുളിച്ച പണി കിട്ടും, ചകിരി പോലെയാവും. അപ്പം ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് നിൽക്കണത്. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, പ്രശ്നമില്ല, നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ അത്യാവശ്യം നല്ലോണം മലയാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡാണെങ്കിൽ വലിയ കുഴപ്പമില്ല, മലയാളികൾക്കുള്ള സ്ഥലമാണ്. എന്താ പറയുക, കന്നഡ ಗೊತ್ತಿല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ പ്ലേസ് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്, ചൂടില്ല. നാട്ടിലാണെങ്കിൽ ഒടുക്കത്തെ ചൂട്. ഇവിടെ നല്ല കുഴപ്പമില്ല. ഉച്ചയ്ക്ക് അത്യാവശ്യം ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. രാത്രി ആകുമ്പോൾ നല്ല തണുപ്പുണ്ട്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് കേട്ടോ. പിന്നെ തിരക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. അപ്പോൾ ഫുഡും വലിയ കുഴപ്പമില്ല. ഞാൻ ഒറ്റ സ്ഥലത്ത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, വേറെ സ്ഥലത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇന്നലെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ ഗൈസ് എന്തൊക്കെയായാലും നാളെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അത് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഗൈസ്, താങ്ക് യു.